ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ഹൗസ് ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലീക്കെ ഹെൽഫർ കോഴ്സാണ്. അതായത് ഫ്ലീക്കെ ഹെൽഫറിൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം നിങ്ങൾ പലരും ഈ കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് പേര് എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് എന്നോട് ചോദിച്ച് ഈ കോഴ്സിനെ കുറിച്ച് പറയാവുന്ന. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫ്ലീക്കെ ഹെൽഫർ, അതായത് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സ്. ഫ്ലീക്കെ ഹെൽഫർ കോഴ്സാണത്. അത് രണ്ട് തരമുണ്ട്. ആൾട്ടൻ ഫ്ലീക്കെ ഹെൽഫറും ഉണ്ട്, അതുപോലെ തന്നെ ക്രാങ്കൻ ഫ്ലീക്കെ ഹെൽഫറും ഉണ്ട്. ആൾട്ടൻ ഫ്ലീക്കെ ഹെൽഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കോഴ്സ് ചെയ്താൽ അത് അതിന് ഒരു വർഷം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടൻ ഹൈമിൽ മാത്രമേ, അതായത് ഓൾഡ് ഏജ് ഹോമിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തേതാണ് ക്രാങ്കൻ ഫ്ലീക്കെ ഹെൽഫർ. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടൻ ഹൈമിലും വർക്ക് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം നമുക്ക് ക്രാങ്കൻ ഹൗസിലും വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് സ്ഥലത്തും. പിന്നെ ആംബുലാൻഡ് ഫ്ലീക്കിലും വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ആൾട്ടൻ ഫ്ലീക്കെ ഹെൽഫർ. അങ്ങനെ നമ്മളിപ്പം ഓരോ ഷൂളേയും ഇതിൻ്റെ ഓരോ കോഴ്സായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഇതെല്ലാം ഞാൻ ഡ്രൈ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് ഞാൻ കളക്ട് ചെയ്ത ഡീറ്റെയിൽസാണിത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്ലീക്കെ ഹെൽഫർ കോഴ്സാണ്. അത് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. ആൾട്ടൻ ഫ്ലീക്കെ ഹെൽഫറും ക്രാങ്കൻ ഫ്ലീക്കെ ഹെൽഫറും, ഈ രണ്ട് കോഴ്സും കൂടെ ഒരുമിച്ചുള്ള ഒരിതാണ് അവൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന പിള്ളേർക്ക് ഡൗട്ട് കാണും, നമ്മൾ ഏത് കോഴ്സ് ചെയ്യണം, FSCOT ചെയ്യണോ അതോ ഈ ഐനിയാരിക്ക് ചെയ്യണോ, ഏത് ചെയ്തിട്ട് വേണം ഡ്രൈയാരിക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഐനിയാരിക, അതായത് ക്രാങ്കൻ ഫ്ലീക്കെ ഹെൽഫർ കോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം ഡ്രൈയാരിക്ക് വന്നാലും ക്ലാസ്സും എക്സാമും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാകാനും കുറച്ച് ഇതൊക്കെ ആകാൻ വേണ്ടി നിങ്ങൾക്ക് എന്തുകൊണ്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഐനിയാരിക കോഴ്സ് ചെയ്യുന്നതാണ്. പിന്നെ നല്ലത് ക്രാങ്കൻ ഫ്ലീക്കെ ചെയ്യുന്നത് തന്നെയാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ക്രാങ്കൻ ഹൗസിലാണ് വർക്ക് ചെയ്തത്, നിങ്ങൾക്ക് പിന്നെ ഹൈമിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിക്ക് കയറാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഐനിയാരിക ചെയ്യുന്നതാണ്. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ഐനിയാരിക കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് സെക്കൻഡ് ഇയറിലോട്ട് കയറാൻ പറ്റുമോ എന്ന്. അത് ഭയങ്കര റെയറായിട്ട് നടക്കുന്ന സംഭവമാണ്. കാരണം നമുക്ക് അതുപോലെ നല്ല മാർക്ക് വേണം, നല്ല പെർസെൻറ്റേജോടെ നമ്മൾ ഐനിയാരിക പാസ്സായാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. അതും എല്ലാ ഷൂളേയും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ചില ഷൂളെ മാത്രമാണത്. അത് ഭയങ്കര റെയറാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഷൂളയിൽ അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ഷൂളകളിൽ മാത്രമേ അത് അങ്ങനെയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഐനിയാരിക കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് സെക്കൻഡ് ഇയറിലോട്ട് കയറാവും അങ്ങനെ ഒരു മൈൻഡിൽ വരരുത്. കാരണം അതെല്ലാ ഷൂളയിലും ഒന്നുമില്ല. സ്റ്റൈഫൻഡ് വരുന്നത് 1200 to 300. അപ്പം എല്ലാം കഴിഞ്ഞ് ടാക്സും എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത് 1000 യൂറോയാണ്. പിന്നെ റെൻ്റ് ഉള്ളവർക്ക് അത് റെൻറ്റിന് അവർ പിടിക്കും. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്റ്റൈഫൻഡിൻ്റെ കാര്യം എല്ലാ ഷൂളയിലും ഒരുപോലെയല്ല. അപ്പം നിങ്ങൾ പോകുന്ന സ്റ്റേറ്റ്, നിങ്ങൾ പോകുന്ന ഷൂളെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. ഈ കോഴ്സ് ഐനിയാരിക ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെ പ്രാക്ടിക്കൽ വരുന്നതെന്ന് പറയാം. 1 ആംബുലാൻഡ് ഫ്ലീക്കെ വരും, 2 ആൾട്ടൻ ഹൈം വരും, 3 ക്രാങ്കൻ ഹൗസ്, അതായത് ഓൾഡ് ഏജ് ഹോം, ഹോസ്പിറ്റൽ, പിന്നെ ആംബുലാൻഡ് ഫ്ലീക്കെ. ഈ 3 സ്ഥലത്താണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ പലവരുടെയും ഡൗട്ടാണ്, ഈ ഐനിയാരിക കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ജോലിക്ക് കയറാമോ അതോ നമ്മൾ പിന്നെ ജോലി അന്വേഷിച്ച് നടക്കണോ, എന്താ അവസ്ഥയാണ്. ഈ ഐനിയാരിക കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഷൂളയിലാണോ ഉള്ളത് അവർ തന്നെ നിങ്ങളെ അവിടുത്തെ ക്രാങ്കൻ ഹൗസോ അല്ലെങ്കിൽ ആൾട്ടൻ ഹൈമിലോ നിങ്ങളെ ജോലിക്ക് കയറ്റും, ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ. അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ കയറ്റുന്നത്. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഐനിയാരിക കഴിഞ്ഞിട്ട് ജോലിക്ക് കയറണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഏത് ഷൂളയാണോ ആ ഷൂളെ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ഡ്രൈയാരിക ചെയ്യാൻ വേണ്ടി കയറാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് വേണം, കുറച്ചും കൂടെ ഡ്രൈയാരിക എനിക്കിപ്പം ചെയ്യാൻ ഇഷ്ടമല്ല, കുറച്ചൊന്ന് അടിച്ചു പൊളിച്ച് നടന്നിട്ട് കുറച്ച് കാര്യം ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു മൈൻഡാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഐനിയാരിക കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാം. പിന്നെ എനിക്കിപ്പം പഠിക്കണം, എനിക്ക് പെട്ടെന്ന് ഡ്രൈയാരിക ചെയ്ത് വരണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈയാരികയ്ക്ക് കയറാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാസ്സൊക്കെ മനസ്സിലാകും. പല ടോപ്പിക്സും നിങ്ങൾ ഐനിയാരികയിൽ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഡയറക്റ്റ് ഡ്രൈയാരികയ്ക്ക് കയറുവാണെങ്കിൽ. നാട്ടിൽ നിന്നാണ് കോഴ്സ് ചെയ്യാൻ വരുന്നതെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ വന്നിട്ടാണ് അനേർക്കനും ചെയ്യുന്നത്.
ഇപ്പം ജർമ്മനിയിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അനേർക്കലും ചെയ്യണം. നിങ്ങൾ ജർമ്മനിയിൽ തന്നെ നിങ്ങളുടെ ഏതാണോ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് അനേർക്കലിങ്ങിന് കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ അനിയാരികയും ചെയ്യാം. അതാണ് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ട്രാൻസ്ലേറ്റും ചെയ്യണം, ഇവിടെ വന്നിട്ട് അനേർക്കലിങ്ങും ചെയ്യണം. ഇവിടെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അനേർക്കലിങ്ങും ചെയ്യാം. പിന്നെ അനിയാരികയും നമുക്ക് സെൽഫായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗൂഗിളിൽ കയറിയിട്ട് അനിയാരിക ഷൂളെ നിയർ മീ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ജർമ്മനിയിലുള്ളവരാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ CV, മോട്ടിവേഷൻ ലെറ്റർ, പാസ്പോർട്ട്, B2 അല്ലെങ്കിൽ B1 സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുക, ഇൻ്റർവ്യൂവിന് ചെല്ലുക, അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അനിയാരിക ചെയ്യും. പിന്നെ നിങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ, നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് ആൾട്ടൻഹൈം അല്ലെങ്കിൽ ക്രാങ്കൻഹൗസിൽ വർക്ക് ചെയ്യാൻ കയറുമ്പം ആൾട്ടൻഹൈമിൽ തന്നെ 2000 യൂറോ എങ്കിലും നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും. അപ്പം പിന്നെ ക്രാങ്കൻഹൗസ് നിങ്ങൾക്ക് അതിലും കുറച്ചും കൂടെ കൂടുതൽ കിട്ടും, സാലറി അത്യാവശ്യം കിട്ടും. പിന്നെ അതിനുശേഷം നിങ്ങൾ അനിയാരിക കോഴ്സ് ഓൾറെഡി നിങ്ങൾ പാസ്സായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ദ്രൈയാരികയ്ക്ക് അഡ്മിഷനും കിട്ടും. അതാണ് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് B2 B1 ഒന്നുമില്ലെങ്കിൽ തന്നെ നിങ്ങൾ അനിയാരിക ചെയ്താണെങ്കിൽ, അനിയാരിക കോഴ്സ് പാസ്സായതാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ എവിടെയും നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് അഡ്മിഷൻ കിട്ടും. FSOT ആണോ അതോ ഫ്ലീഗെ ഹെൽഫറിങ് കോഴ്സ് ആണോ, ഏതാണ് നാട്ടിൽ നിന്ന് വരുന്നവർ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും അവരോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലീഗെ ഹെൽപ്പർ കോഴ്സാണ്. അതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകും ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് നിങ്ങൾ ദ്രൈയാരിക്ക് കയറുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ടോപ്പിക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എക്സാംസ് എങ്ങനെയാണ്, ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.